നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫിനെ ന്യൂറോ സർജറിക്ക് വിധേയനാക്കി. സെയ്ഫിനെ കുത്തിയ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുംബൈ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ അപ്പാർട്ട്മെന്റിൽ 12ാം നിലയിലെ വസതിയിൽ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. മക്കളുടെ മുറിക്ക് സമീപം വലിയ ശബ്ദം കേട്ടാണ് സെയ്ഫ് അലി ഖാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അജ്ഞാതനെ കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയുമായി. ഇതിനിടെയാണ് അജ്ഞാതൻ കത്തികൊണ്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയത്. ശരീരത്തിൽ 6 കുത്തേറ്റു. നട്ടെല്ലിന് സമീപവും കഴുത്തിലും ആഴത്തിലാണ് മുറിവ്. പ്രതിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നെങ്കിലും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സെയ്ഫ് അലി ഖാന് ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയും നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂറും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റതെന്ന് കരീന പറയുന്നു. ആരാധകർ ശാന്തരായിരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പരത്തരുതെന്നുമാണ് കരീനയുടെ അഭ്യർത്ഥന. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിൽ പ്രതി എങ്ങനെ കടന്നു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. പ്രതിയെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കടക്കാൻ ആരോ സഹായിച്ചെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിയുടെ സഹായത്തോടെയാണ് ഇയാൾ അകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. അപ്പാർട്ട്മെന്റിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മുംബൈ.